ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നല്ലൊരു കിടിക്കാച്ച് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. എന്തിൻ്റെ വീഡിയോ എന്നല്ലേ? ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. കണ്ടോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന സാധനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുക എന്താണെന്നുള്ളത്? മുടിഞ്ഞ വെയിറ്റാണ് കേട്ടോ. ഞാനത് കുറേ എടുത്ത് പൊക്കാനൊക്കെ നോക്കിയേ. വൈകക്കുട്ടി പറഞ്ഞ് വിട്ടേക്ക് ഞാൻ എടുത്തുകൊണ്ടുവരാമെന്ന്. പക്ഷെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. പോയൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ അത് മുക്കിപ്പൊരിച്ചെടുത്ത് നമ്മൾ ടേബിളിന് മുകളിൽ കൊണ്ടുവച്ചു. ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന സാധനം കേട്ടോ. ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇത് ആക്ച്വലി ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനമല്ല കേട്ടോ. ഇതാ പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അവൻ ഓർഡർ ചെയ്ത സാധനം കേട്ടോ. മോൻ ഓർഡർ ചെയ്ത സാധനമാണ്. എന്തായാലും അൺബോക്സ് ചെയ്യാൻ അവരൊന്നും വരില്ല. അതുകൊണ്ട് വൈകക്കുട്ടീനാണ് ഇതിനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. വൈകക്കുട്ടിയും കൂടെ തന്നെ ആൻറ്റിയും ഉണ്ട്. അവരെന്തായാലും അൺബോക്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അതിൻ്റെ കൂടെ ചെറിയ നൈഫ് ഉണ്ടായിരുന്നേ. അപ്പോൾ വൈകുമ്പോൾ അതിനെ കൊണ്ടാണ് കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. പുറത്തുള്ള കവർ മാത്രമേ ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളൂ. അതിനുള്ളിൽ കാർഡ്ബോർഡ് ഉണ്ട്. ആ കാർഡ്ബോർഡിനുള്ളിലാണ് സാധനം കിടപ്പുള്ളത്. എന്തായാലും പതുക്കെ പതുക്കെ വൈകക്കൂട്ടി അതൊക്കെ കട്ട് ചെയ്ത് എടുത്ത് വരുന്നുണ്ടേ. ഇതാ നമ്മൾ കാത്തിരുന്ന സാധനം എത്തിയിട്ടുണ്ടേ. ഇതാ കണ്ടോളി, എല്ലാവരും കണ്ടോളി. ഇതാണ് സാധനം. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ എന്താണെന്നുള്ളത്? കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? എന്തായാലും നമുക്ക് അടുത്ത സീനും കൂടി നോക്കാം അല്ലേ, കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ വൈകക്കുട്ടി ഓരോന്നും എടുത്ത് അതിൻ്റെ വീണ്ടും അത് കവറിലുണ്ടായിരുന്നേ. അതുകൂടാതെ ഓരോന്നും സെപ്പറേറ്റ് കവറുണ്ടായിരുന്നു. വൈകക്കുട്ടി അതൊക്കെ മാറ്റി മാറ്റി കറക്റ്റാക്കി വെച്ചു. അതിനുശേഷം ഓരോന്നും എടുത്തിട്ട് കവറൊക്കെ മുറിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ആൻറ്റിയും ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ. ആൻറ്റിക്ക് പിടുത്തം കിട്ടിയാവോ അറിയില്ല. ആൻറ്റിയോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ല എന്താണെന്നില്ല, സസ്പെൻസ് ആയിരുന്നേ. ഇതാ സാധനം ഇതാ വൈകക്കുട്ടി ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. കവറൊക്കെ മാറ്റി സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടേ. അത് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച സാധനം തന്നെയാണ് കേട്ടോ, ഡംബിള്. ഇതൊക്കെ 3 kg ആണേ. 3 kg ഇത് 2 kg ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗി അവൻ്റെ സ്വന്തം പൈസക്ക് ഓർഡർ ചെയ്ത സാധനം കേട്ടോ. അവന് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്നെ അവൻ്റെ ഇഷ്ടത്തിന് ഓർഡർ ചെയ്ത സാധനമാണ്. ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ പ്രാക്ടീസൊക്കെ കാണേണ്ടി വരുമല്ലോ ആവോ എന്നുള്ള ആലോചനയിൽ ഞാനുള്ളത്. നോക്കാം. വീട്ടിൽ നിന്ന് ഉറങ്ങി എഴുന്നേറ്റ് വേണ്ട ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ വൈകക്കുട്ടി അതൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ടേ. കാരണം 3 kg 2 kg ഉള്ളത്. അവൾ 2 പാർട്ടിലായിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അവൾ ചെറുതായിട്ടൊന്ന് പ്രാക്ടീസൊക്കെ ചെയ്യാൻ നോക്കി. അതിലൊക്കെ ആൻറ്റിയും വന്നു കേട്ടോ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻറ്റിക്കത് പൊന്തുന്നുണ്ടോ എന്ന് തന്നെ അറിയില്ല. എങ്ങനെയൊക്കെയോ ആൻറ്റി അതൊക്കെ എടുക്കാൻ വേണ്ടി നോക്കി. അത് ഓരോന്നും ഇപ്പോൾ 3 kg 2 kg ഉള്ളതുകൊണ്ട് തന്നെ വൈകി മാറ്റി മാറ്റി ഇട്ട് നോക്കി. കാരണം ഒന്ന് വെയിറ്റ് കുറവൊന്ന് വെയിറ്റ് കൂടുതലും അല്ലേ. അപ്പോൾ അതിനുശേഷം അവളും അതൊക്കെ ഇട്ട് നോക്കി. പിന്നെ ആദ്യം ഇട്ടത് ഒന്ന് 3 kg ഒന്ന് 2 kg ഇട്ടു. പക്ഷേ അതങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വൈകിനോട് പറഞ്ഞു രണ്ടും ഒരേ വെയിറ്റ് തന്നെ ആക്കണമെന്ന് പറഞ്ഞിട്ട് വൈകിക്കുട്ടി രണ്ടിലും ഒരേ വെയിറ്റ് തന്നെ എടുത്തിട്ട് വെച്ചു കേട്ടോ. ആൻറ്റി നോക്കി കഴിഞ്ഞ ശേഷം പിന്നെ ആൻറ്റി എന്നോട് നോക്കാണ്ടി പറഞ്ഞു. അതിന് ശേഷം ഞാൻ വൈകിക്കുട്ടീൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടേ. ഞാനത് 2 സൈഡിലൊന്ന് പൊക്കിയിട്ടൊക്കെ നോക്കി. പണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഡംബിളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടൈപ്പല്ല, വേറൊരു മോഡൽ ടൈപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനത് വൈകക്കുട്ടി കാണിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് ചെയ്യേണ്ടതൊക്കെ ഞാനൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തതാണ്. 2 സൈഡിലും പിടിച്ചിട്ട് ഇങ്ങനെയാണ് അതിനെക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനത് കാണിച്ചു കൊടുത്തതാണ് വൈകക്ക്. എന്തായാലും ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും ഇനി വരും വീഡിയോസ് നമുക്ക് ഇതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സീ യു.